ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും. തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. കൂടെ സഹിപ്പാനാരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും. തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. എണ്ണമില്ലാതുള്ള നന്മകളോർത്ത വർണ്ണിപ്പാനായിരം നാവുകൾ പോരാ. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട. ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ സമയത്ത് അറിയിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വചനം. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. വിശ്വസിച്ചാൽ വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ദൈവ മഹത്വം കാണും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി. ദൈവവചനം പറയാം, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ അടുത്ത് വരുന്നവൻ ദൈവമുണ്ടെന്ന് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു എന്ന് വിശ്വസിക്കേണ്ടതാണ്. എബ്രായർക്ക് ലേഖനം പറയാം, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അപ്പോൾ വിശ്വസിക്കുന്ന ഒരു ദൈവഭേദം. എന്താണ് വിശ്വസിക്കുന്നത്? കർത്താവായ യേശുവിൽ. അതാണ്, കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ. ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ, യേശു എൻ്റെ കൂടെയുണ്ട്, എന്നെ കൈവിടത്തിൽ നിന്ന് വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യും. അവർ ദൈവ മഹത്വം കാണും. ഇവിടെ യോഹന്നാൻ എഴുതിയ സുവിശേഷം തന്നെ നമ്മൾ വായിക്കുമ്പോൾ അത് 11:4 പറയുകയാണ്, യേശു ഇത് കേട്ടിട്ട് ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഇവിടെ 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കുന്ന സംഭവമാണ് പറയുന്നത്. മാർത്തയുടെയും മറിയയുടെയും അങ്ങനെ ഈ 2 സഹോദരിമാർ, അവരുടെ സഹോദരൻ ലാസർ, ബഥാനിയയിലുള്ള ലാസർ ദീനമായി കിടന്നു. അപ്പം അവിടെ യേശുവിൻ്റെ അടുത്ത് ദീനമായി കിടന്നത് ആളയച്ച് അറിയിക്കുകയാണ്. എന്നിട്ട് പറയണം, കർത്താവെ, നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു എന്നറിയിച്ചപ്പോൾ യേശു പറയാണ്, ഈ ദീനം അത് ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലെ ഈ വിഷയം, ആ പ്രശ്നം, ആ ദീനം,
അത് ദൈവ മഹത്വത്തിന് വേണ്ടിയാണ്. കാനാവിൽ യേശു ക്രിസ്തു വന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ആദ്യമായി ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം പച്ചവെള്ളം എങ്ങനെ വീഞ്ഞാക്കാൻ കഴിയും? രുചിയില്ലാത്തതിനെ എങ്ങനെ രുചിയും ഗുണമുള്ളതാക്കാൻ മാറ്റാൻ കഴിയും? അത് ദൈവത്തിനേ കഴിയത്തുള്ളൂ. അപ്പം ദൈവം ചെയ്യുന്ന പ്രവൃത്തിക്കാണ് മഹത്വം എന്ന് പറയുന്നത്. ദൈവ മഹത്വം വെളിപ്പെടുത്തി കാനാവിൽ ചെയ്ത തൻ്റെ അത്ഭുതങ്ങൾ മുഖാന്തരം. അതുപോലെ അനവധി അത്ഭുതങ്ങൾ യേശു കർത്താവ് ചെയ്തു. യോഹന്നാൻ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല, ദൈവ പ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. പിറവിയിലെ കുരുടനായവന് കാഴ്ച നൽകുന്ന സംഭവത്തിൽ യേശു കർത്താവ് പറയുകയാണ്, അതിന് യേശു അപ്പോൾ ഇവൻ പാപം ചെയ്തോ, ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ ഇവൻ കുരുടനായെന്ന സംശയം ചോദിക്കുമ്പോൾ യേശു കർത്താവ് പറയാണ്, അവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടല്ല, ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതിനാണ്. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു രോഗത്തിൽ ഒരു വിഷയത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ കുഴപ്പം കൊണ്ടോ വേറെ എന്തെങ്കിലും പാപം ചെയ്തുകൊണ്ടോ ആണോ ഇതൊന്നും പറഞ്ഞ് നിങ്ങൾ ചിലപ്പോൾ ഭാരത്തോടായിരിക്കുന്നത്. പക്ഷെ എന്ത് വിഷയമായിക്കോട്ടെ, നിങ്ങളുടെ ആ വിഷയത്തിന് അതിന് മേൽ ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകും. ആ രോഗത്തിന് മേൽ ദൈവം ഒരു അത്ഭുതം ചെയ്ത് ദൈവം മഹത്വം വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ പ്രതിസന്ധിയിൽ നിന്ന് ദൈവം നിങ്ങളെ വിടിവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ നിങ്ങളൊന്ന് വിശ്വസിച്ചാട്ടെ. വചനമായ കർത്താവ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിൽ വരുന്നത് നിങ്ങൾ വിശ്വാസ കണ്ണാൽ കണ്ടാട്ടെ. നിങ്ങളുടെ കിടക്കയുടെ അരികിൽ യേശു വന്ന് കരം വെച്ച് നിങ്ങളെ സൗഖ്യമാക്കുന്നത് കണ്ടാട്ടെ. അനേക രോഗികളായിട്ടുള്ളവർ, അനേക തകർച്ചയിലിരുന്നവർ, മരണാസന്നരായി കിടന്നവരുടെ അരികിൽ യേശു ചെന്ന അത്ഭുത സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. യേശുവിൻ്റെ അത്ഭുത കരം വിശ്വാസത്തോടെ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അത് അത്ഭുതമായി തീരുന്നത് സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും യേശു ജീവനോടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഈ വിഷയം, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധി നിങ്ങളെ തകർത്ത് കളയാനല്ല, പകരം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടേണ്ടതിനാണ്. നിങ്ങൾ യേശുവിലാണോ വിശ്വസിക്കുന്നത്? വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത് അത്ഭുതമാകുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇവിടെ ആ സഹോദരിമാർ ഇവിടെ ലാസറിൻ്റെ വീട്ടിൽ യേശു ചെല്ലുന്നില്ലെങ്കിൽ യേശു പറയാണ്, ഇത് മരണത്തിനായിട്ട് വേണ്ടിയല്ല, ദൈവപുത്രൻ മഹത്വം. നമുക്കറിയാം യേശു കർത്താവ് ഭവനത്തിൽ ചെല്ലുന്നു. എപ്പോഴാണ് ചെല്ലുന്നത്? മരിച്ചതിന് ശേഷമാണ് ചെല്ലുന്നത്. യേശു നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്നൊക്കെ ചെന്ന് അവരോട് പറയുകയാണ്. അപ്പോൾ അവർ പറയണം, ഒരുക്കത്തെ നാളിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. യേശു അവരോട്, ഞാൻ തന്നെയാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്ന ആൾ മരിച്ചാൽ പോലും ജീവിക്കും. എന്നിട്ട് പറയാണ്, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല എന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് കർത്താവേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവൻ ആ ഭവനത്തിൽ ചെല്ലുകയും ആളുകൾ കരയുന്നതും അവരോട് കൂടെ ഇരിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് 40-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ വായിച്ച്, യേശു അവരോട് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്നും ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്കെ നിലവിളിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചത്? മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കൈയും കാലും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയിരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു പറഞ്ഞു. മറിയുടെ അടുക്കൽ വന്ന യഹൂദന്മാർ പലരും അവൻ ചെയ്തത് കണ്ടിട്ട് അവനിൽ വിശ്വസിച്ചു. ഇന്ന് യേശു ക്രിസ്തുവിൽ ഈ വചനം കേട്ട് നിങ്ങളൊന്ന് വിശ്വസിക്കാമോ? യേശു ക്രിസ്തു ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുവെന്ന് വിശ്വസിക്കാമോ? ഇന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറായാൽ നിങ്ങളൊരു ദൈവത്തിൻ്റെ മഹത്വം കാണും, നിങ്ങളൊരു സൗഖ്യം കാണും, നിങ്ങളൊരു വിടുതൽ കാണും. മനുഷ്യർക്ക് ചെയ്യാൻ കഴിയാത്ത നിങ്ങളുടെ കിഡ്നി സൗഖ്യമാകും, കരൾ സൗഖ്യം, ഏത് അവയവമാണോ അത് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുക തന്നെ ചെയ്യും. പ്രാർത്ഥിക്കാം. പിതാവേ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഇന്ന് പ്രശ്നത്തിൻ്റെ നടുവിൽ, പ്രതികൂലത്തിൻ്റെ നടുവിൽ, രോഗത്തിൻ്റെ നടുവിൽ, വിഷയങ്ങളുടെ നടുവിൽ, ഇനി മുമ്പിൽ മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് പറഞ്ഞ്
എന്നെ കേൾക്കുന്ന വ്യക്തി ജീവിതം നിങ്ങളോട് ഞാൻ പറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ യേശുവിലൊന്ന് വിശ്വസിച്ചാട്ടെ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. യേശു ക്രിസ്തു നിങ്ങളുടെ ശരീരത്തെ തൊട്ട് സൗഖ്യമാക്കാൻ പോകുന്നു. വിശ്വസിച്ചാട്ടെ. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ വിശ്വാസത്തോടെ നിങ്ങളുടെ കരം ആ ശരീരത്തിന് വെച്ചാട്ട്, ആ രോഗഭാഗത്തൊന്ന് വെച്ചാട്ട്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ, ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അറുകപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പൊന്നുനാമത്തിൽ പിതാവേ, ആമേൻ. സിംഹങ്ങൾ നടുവിൽ തള്ളപ്പെട്ടാലും ഭയപ്പെടേണ്ടിനിയും, തീച്ചുള നിന്നെ മൂടിയെന്നാലും ഭയപ്പെടേണ്ടിനിയും, കൺമണി പോൽ നിന്നെ കാക്കുന്ന ദൈവം തന്നുള്ളം കയ്യിൽ വഹിച്ചിടുമെന്നും. ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, ഇമ്മാനുവേൽ നിന്റെ കൂടെയുണ്ട്.